നമസ്കാരം. ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ ആരായിരിക്കും? അതൊരു ചോദ്യമായി ഇങ്ങനെ നിൽക്കുക. കാരണം ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളെല്ലാം മോദിയുടെ മന്ത്രിസഭയിൽ ഇപ്പോൾ മന്ത്രിമാരായി. മൂന്നാം മോദി മന്ത്രിസഭയിൽ ബി.ജെ.പി അധ്യക്ഷനായിട്ടുള്ള ജെ.പി. നദ്ദയും അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. അതിന് പിന്നാലെയാണ് പുതിയ അധ്യക്ഷൻ ആര്, അല്ലെങ്കിൽ അധ്യക്ഷനെ ചൊല്ലിയുള്ള ചർച്ചകളൊക്കെ സജീവമാകും. 2021 ജനുവരി വരെയായിരുന്നു നദ്ദയുടെ കാലാവധിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ 2024 ജൂൺ വരെ അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കുകയായിരുന്നു. ഈ മാസം തന്നെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തുവാനുള്ള നീക്കം പാർട്ടി ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയാം. CR പാട്ടീൽ, ശിവരാജ് സിംഗ് ചൗഹാൻ, ഭൂപേന്ദർ യാദവ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം മോദി മന്ത്രിസഭയിൽ അംഗമായതോടെ പുതിയ അധ്യക്ഷൻ ആര് എന്നതിൽ പല പുതിയ പേരുകളും ഉയർന്നു വരുന്നുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സുനിൽ ബൻസാൽ എന്ന് പറയപ്പെടുന്ന BJP ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുനിൽ ബൻസാൽ പ്രധാനമന്ത്രി മോദിയുടെയും അമിത്ഷായുടെയൊക്കെ വലിയ അടുപ്പക്കാരനാണ്. ഉത്തർപ്രദേശിൽ BJPയുടെ വിജയത്തിൻ്റെ ശില്പിയാണ് ഇദ്ദേഹം. അങ്ങനെയാണ് പാർട്ടി പോലും അദ്ദേഹത്തെ കണക്കാക്കുന്നത്. 2014 അമിത്ഷായ്ക്കൊപ്പം UPയുടെ സഹചുമതലയും 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പ്രധാന ചുമതലയും ഇദ്ദേഹം വഹിച്ചു. UP വിജയത്തിന് ശേഷം ഒഡീഷയിലും തെലങ്കാനയിലും BJPയെ വളർത്തുവാനുള്ള ചുമതല അദ്ദേഹത്തിനായിരുന്നു. ഇനി ഇതുമാത്രമല്ല, മുൻ RSS പ്രചാരകനും രാജസ്ഥാൻ സ്വദേശിയുമായിട്ടുള്ള ബൻസാൽ അമിത്ഷായുമായിട്ട് അടുത്ത ബന്ധമുള്ളയാളുമാണ്. RSSലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ കൂടി ഈ ബൻസാലിന് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് വിനോദ് താവ്ഡെ. ബൻസലിനെ പോലെ തന്നെ വിനോദ് താവ്ഡെയും ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ മികച്ച പ്രകടനത്തിന് ശേഷം പാർട്ടിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ച നേതാവാണ്. 2022 തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ BJPയുടെ പ്രചരണത്തിൻ്റെ കോർഡിനേറ്റർ കൂടിയായിരുന്നു ഇദ്ദേഹം. ABVP പശ്ചാത്തലത്തിലുള്ള താവ്ഡെ മഹാരാഷ്ട്രയിൽ മന്ത്രിയായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പടിപടിയായി ഉയർന്നു വന്ന മൃദുഭാഷിയായിട്ടുള്ള നേതാവാണ് താവ്ഡെ. മറാത്ത സമുദായത്തിൽ നിന്നുള്ള താവ്ഡെയെ BJP അധ്യക്ഷനാക്കുന്നത് മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തലിലാണ് BJP എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. മറ്റൊന്ന് ഓം ബിർളയാണ്. ഓം ബിർള സ്ഥാനമൊഴിയുന്ന സ്പീക്കർ കൂടിയാണ്. സ്പീക്കർ ഓം ബിർള ശക്തനായ ഒരു RSS പിന്തുണയുള്ള നേതാവാണ്. കോട്ട മണ്ഡലത്തിൽ നിന്ന് കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ബിർള തിരഞ്ഞെടുക്കപ്പെട്ടത്. RSSനെ കൂടാതെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ വിശ്വസ്തനാണ് ഇദ്ദേഹം, ബിർള എന്ന് പറയപ്പെടുന്നത്. മറ്റൊന്നിനി ഓം മാഥൂർ എന്ന് പറയപ്പെടുന്ന ആളാണ്. രാജസ്ഥാനിൽ നിന്നുള്ള മുതിർന്ന നേതാവായിട്ടുള്ള ഓം പ്രകാശ് മാഥൂർ RSSന്റെ പ്രചാരകനാണ്. സംഘടനാ പ്രവർത്തന തലത്തിൽ വളരെയധികം പരിചയമുള്ള ഒരു നേതാവ് കൂടിയാണ് ഇദ്ദേഹം. ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ പ്രചാരണങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. 2023 ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ BJP അപ്രതീക്ഷിത വിജയം നേടിയതിന് പിന്നിലെ തന്ത്രജ്ഞൻ കൂടിയാണ് ഈ മാഥൂർ. ഇനി മറ്റൊന്ന് അനുരാഗ് ഠാക്കൂറാണ്. അനുരാഗ് ഠാക്കൂർ മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്. മുൻ കേന്ദ്രമന്ത്രിയായുള്ള അനുരാഗ് ഠാക്കൂർ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒഴിവാക്കപ്പെട്ടവരിൽ ഒരാളാണ്. മുൻ മോദി സർക്കാരിൽ കായിക, ഇൻഫർമേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഠാക്കൂർ 5ാം തവണയും ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ സീറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. BJPയുടെ യുവജന വിഭാഗത്തിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയായ ഠാക്കൂറും സംഘടനാ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന ഒരു നേതാവാണ്. ഹിമാചലിൽ നിന്നുള്ള JP നദ്ദയ്ക്ക് പകരം വീണ്ടും ഹിമാചലിൽ നിന്നുള്ള ഒരു നേതാവ് ദേശീയ അധ്യക്ഷ പദത്തിലേക്ക് എത്തുന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അനുരാഗ് ഠാക്കൂർ പിന്നിലാകും. ഇനി ഒന്ന് BL സന്തോഷ് നിലവിൽ BJP സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. RSS പ്രചാരകൻ കൂടിയായിട്ടുള്ള അദ്ദേഹം പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് എന്ന് തന്നെ പറയാം. RSS BJP കൂട്ടുകെട്ടിൻ്റെ അച്ചുതണ്ട് കൂടിയാണ് സന്തോഷ്. എന്നാൽ 2023 തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം സന്തോഷിനാണ് എന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. കൂടാതെ ബൻസാൽ, താവ്ഡെ, ഓം മാഥൂർ എന്നിവരിൽ നിന്ന് വ്യത്യസ്തമായി BL സന്തോഷ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് എന്നുള്ളതാണ്. ഈ 5 പേരിൽ അല്ലെങ്കിൽ ഈ 6 പേരിൽ ആരെയായിരിക്കും തിരഞ്ഞെടുക്കാൻ പോവുക എന്നുള്ളതാണ്. പക്ഷേ BJPയുടെ ഈ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്തപ്പെടുമ്പോൾ അതിനകത്ത് RSSൻ്റെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ കൈകടത്തൽ ഉണ്ടാകുമോ എന്നുള്ളത് കൂടിയുണ്ട്. കാരണം സുനിൽ ബൻസാൽ ആണെങ്കിലും അല്ലെങ്കിൽ വിനോദ് താവ്ഡെ ആണെങ്കിലും ഇനി അതുമല്ല ഓം ബിർള ആണെങ്കിലും ഓം മാഥൂർ ആണെങ്കിലും അനുരാഗ് ഠാക്കൂറോ അല്ലെങ്കിൽ BL സന്തോഷോ, ഈ 6 പേരിൽ ആരായിരിക്കും എത്തുക എന്നുള്ളതാണ്. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ശിവരാജ് സിംഗ് ചൗഹാനെ വേണമെങ്കിൽ ഇവർക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പോയതുകൊണ്ട് ഈ 6 പേരുടെ ലിസ്റ്റുകൾ ഇപ്പോൾ വരുന്നു. ഇതിൽ BL സന്തോഷിനും അനുരാഗ് ഠാക്കൂറിനും അപ്പുറം ആർക്കായിരിക്കും സാധ്യത എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഓം മാഥൂറിനോ അല്ലെങ്കിൽ ഓം ബിർളയ്ക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ വിനോദ് താവ്ഡെ, അതുമല്ലെങ്കിൽ 1ാം സ്ഥാനത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള അധ്യക്ഷ സ്ഥാനത്തേക്ക് സുനിൽ ബൻസാൽ അടക്കമുള്ളവരുടെ പേരുകളുണ്ട്. ഇതിൽ തീർച്ചയായും സ്ഥാനത്തിലേക്ക് എത്താൻ സാധ്യത എന്ന് പറയപ്പെടുന്നത് BL സന്തോഷ് ആണോ എന്നുള്ളത് കാത്തിരുന്നതാണ്.